ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാരിനെ മനോഹർ ഭീഷണിപ്പെടുത്തുന്ന കാര്യം നമ്മുടെ രാഹുൽ അറിയാതെ രാഹുൽ പറയുന്നുണ്ട് ഷാരിയുടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും മനോഹരനെ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതം രക്ഷപ്പെടുള്ളൂ ഷാരി എന്ന് പറയാണ്. അതെങ്ങനെ എന്ന് ഷാരി ചോദിക്കുമ്പോൾ മനോഹരനെ എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കണം എന്ന് പറയാണ്. നിങ്ങൾക്കാകെ ഈ വിചാരം മാത്രമേ ഉള്ളൂ, അവനെ പൈസ കൊടുത്തെങ്കിലും ഒതുക്കാൻ പറ്റുമോ നോക്ക്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുന്ന, ഈ വീട് വിറ്റ് മുടിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കിയാൽ മനോഹരനെ ഒഴിവാക്ക്. പക്ഷെ മനോഹരനെ ഒഴിവാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല ഷാരി എന്നിങ്ങനെ പറയാണ്. പിന്നെന്താ പ്രശ്നം, നിങ്ങൾക്ക് എന്താ എന്നെ ഒഴിവാക്കണോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ, ഞാൻ അതല്ല ഷാരി ഉദ്ദേശിച്ചത്, നീ എന്താ ഇനി ഇങ്ങനെ സംസാരിക്കണം, നമ്മൾ മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചതല്ലേ, എല്ലാം പരസ്പരം മനസ്സ് തുറന്നു ക്ഷമിച്ചു കാര്യങ്ങൾ സംസാരിച്ചില്ലേ, ആര് ക്ഷമിച്ചു എന്ന് എനിക്കതൊന്നും ഒരിക്കലും പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയാണ്. നിങ്ങൾക്കെല്ലാം കിട്ടിയല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മോള് സ്വന്തമായിട്ട് മോളെ കിട്ടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാനില്ലെങ്കിലും താരനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടത് എനിക്കല്ലേ, പഴയ പോലെ ഒന്നുമില്ലാത്ത ഞാൻ പിന്നെ ഒന്നുമില്ലാതെ ആയെന്നൊക്കെ പറയുമ്പോൾ ശരി നീ എന്തൊക്കെയാ പറഞ്ഞത്, ശരി എനിക്കൊരു അബദ്ധം പറ്റി, പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ശരി, നീ അല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിലില്ല, നീ അതൊന്ന് വിശ്വസിക്ക് ശരി എന്നൊക്കെ പറയാണ്. അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങളെന്താ വേറെ മനോഹര ഒഴിവാക്കിയാൽ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഇവിടെ ഇപ്പോൾ കൺമണി കൺമണി എന്ന് പറഞ്ഞ് താലോലിക്കുന്ന ആ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് തന്നെയാ പ്രശ്നം. മനോഹർ പോയി കഴിഞ്ഞാലും ആ കുഞ്ഞ് നമ്മുടെ മോളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവും ശാരി. എന്ത് പ്രശ്നമാണെന്ന് താൻ പറയണത്, ഒരു ഇത്തിരി പോകുന്ന കുഞ്ഞ്, അത് നമ്മുടെ മോൾക്ക് നാളെ ഒരു സമയത്ത് ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞൊരു പ്രശ്നമാവില്ലേ, അത് പ്രശ്നമാണെന്ന് തനിക്ക് എന്താണ് ഇത്ര ഉറപ്പ്, തന്നെ പോലെയാണ് എല്ലാ ആണുങ്ങളെന്ന് വിചാരിച്ച രണ്ടാം കഴിട്ടും അത് കുഞ്ഞുള്ള ആൾക്കാരെയൊക്കെ ഏറ്റെടുക്കാനുള്ള കുറേ മാതാപിതാക്കളെ കുറേ ആണുങ്ങളുണ്ടോ ഒരു നാട്ടിലെന്ന് പറയണം. ഇപ്പം നമ്മുടെ സോണിന് തന്നെ കല്യാണം കഴിച്ച ആളെ കണ്ടില്ലേ, സോണിക്കൊരു കുഞ്ഞുണ്ട്, വിക്രം ഉപേക്ഷിച്ചിട്ടും സോണിക്കൊരു കുഞ്ഞുണ്ട്, എന്നിട്ടും ആൽബി എന്ന് പറഞ്ഞ ആ നല്ലൊരു പയ്യൻ സോണിനെ കല്യാണം കഴിച്ചില്ലടോ. അവരിപ്പോൾ സ്വർഗതുല്യമായിട്ടുള്ള ജീവിതമാണ് ആസ്വദിക്കുന്നത്. അതുപോലത്തെ ഇതിനും പയ്യന്മാര് വരോ നോക്കാം നമ്മുടെ മോളുടെ ജീവിതത്തിലും. ഷാരി, ഇനി വേറെ പയ്യന്മാരെയൊക്കെ എന്തിനാ അന്വേഷിക്കണത്, നമ്മുടെ തൊട്ടടുത്തന്നെ പയ്യനുണ്ടല്ലോ, താൻ ആരും ഉദ്ദേശിക്കണത് എന്ന് ഷാരി ചോദിക്കുമ്പോൾ വേറെ ആര്, നമ്മുടെ കിരൺ. തനിക്ക് നാണൂലേടോ, അവൻ്റെ കല്യാണം കഴിഞ്ഞു, കൊച്ചായി, അവരവിടെ ജീവിക്കണം, ഇപ്പോഴവനെ സ്വപ്നം കണ്ട് ജീവിക്കുക, തനിക്ക് നാണമില്ലേ, വേറെ ആണുങ്ങളൊന്നും ഈ നാട്ടിലില്ലേ, ആ കിരൺ മാത്രമേ ഉള്ളൂ സൽസ്വഭാവിയായിട്ട്. അതല്ല ഷാരി, നമുക്ക് അവനെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ, ഇനി അറിയാത്ത പയ്യന്മാരെ കൊണ്ട് കെട്ടിച്ചിട്ട് ഇനി നമ്മുടെ മോളുടെ ജീവിതം ഒരു കുഴിയിലേക്ക് ആക്കണോ, നീ ആലോചിച്ച് നോക്ക്. അറിയാത്തൊരു പയ്യനാണ് നമ്മൾ നല്ല വേണിച്ച് കെട്ടിച്ച്, അത് കഴിഞ്ഞിട്ട് അവളുടെ ജീവിതം വീണ്ടും ഇതുപോലെ തന്നെയായുള്ള അവസ്ഥ. അപ്പം അതുകൊണ്ട് നമുക്ക് അറിയാവുന്നൊരു പയ്യനെ കെട്ടിക്കുകയല്ലേ നല്ലത്. അതിന് കല്യാണി ഉപേക്ഷിച്ച് ഒരിക്കലും അവൻ വരില്ല, അഥവാ കല്യാണി ഇല്ലാതായാലും കിരൺ തന്നെ പോലെ ഒന്നും വേറെ പെണ്ണിന്റെ പുറകെ പോവില്ല. അതൊക്കെ താൻ വീട്, മോളുടെ ജീവിതം എങ്ങനെ സേഫ് ആക്കാൻ പറ്റുമെന്ന് താൻ പറഞ്ഞല്ലോ, അത് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ രാഹുൽ പറഞ്ഞിട്ട് അത് വേറൊന്നുമില്ല, നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ആ കുഞ്ഞും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവായേ പറ്റൂ. ഏത് ആ പൊടിക്കുഞ്ഞ് കൺമണിയോ, അതെ അത് പൊടിക്കുഞ്ഞാണെന്ന് താൻ ഇപ്പം പറയും, നാളെ പെട്ടെന്ന് തന്നെ അത് വളർന്ന് വലുതായി വലിയ പെൺകൊച്ചാകും. പിന്നെ സരോജ അപ്പം മനോഹർ പോയി കഴിഞ്ഞാലും അവൻ്റെ ബാക്കി ഭാര്യമാർ ഒരുപാട് പേര് കണ്ടില്ലേ, ചിലതുങ്ങളൊക്കെ രണ്ടാമത് വിവാഹം കഴിച്ചു, അത് പിള്ളേരും കുടുംബമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് രണ്ടാമത് വിവാഹം കഴിച്ചത്. പക്ഷെ ബാക്കി എല്ലാവരും അവൻ്റെ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സരിയും ചിലപ്പോൾ അങ്ങനെ ജീവിച്ചെന്ന് വരും. അപ്പം അതുകൊണ്ട് അവളുടെ ജീവിതം പിന്നെ ആ കുഞ്ഞിനെ നോക്കി അങ്ങോട്ട് തീരും, അങ്ങനെയൊക്കെ തീരേണ്ട ജീവിതമാണോ സരിയുടെ ജീവിതം. അതുകൊണ്ട് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. എടോ, എനിക്കൊന്നും മനസ്സിലാവില്ല, തന്നെ തെളിച്ചു പറ. ആ കുഞ്ഞ്, ഞാൻ പറഞ്ഞ മനസ്സിലല്ല, ആ കുഞ്ഞ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന്, താൻ എന്തൊരു ആളാണോ. ആ കുഞ്ഞെന്ന് പറഞ്ഞ മനോഹരൻ്റെ ആണെങ്കിൽ തൻ്റെ മോളുടെ വയറ്റിൽ തന്നെയല്ലോ ആ കുഞ്ഞ് ജനിച്ചത്, തൻ്റെ മോളുടെ രക്തം തന്നെയല്ല ആ കുഞ്ഞിൻ്റെ മേത്തുകൂടി ഓടുന്നത്. എനിക്കന്ന് ചിന്തിക്കാനുള്ള ഇല്ല. പക്ഷെ ആരിപ്പോൾ മോളുടെ ജീവിതം എങ്ങനെയും സേഫ് ആക്കിയേ പറ്റൂ, അത്ര മാത്രമേ ഉള്ളൂ. താൻ എന്തെങ്കിലും ചെയ്യും, എന്തായാലും ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഷാരി, നീ രൂപ പറയണ പോലെ പറയല്ലേ, അവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം അപേക്ഷിച്ച് കാല് പിടിച്ച് പറഞ്ഞതാ ഈ കുഞ്ഞ് ജനിക്കണം മുമ്പ്, പക്ഷെ അവൾ എൻ്റെ വാക്കുകളൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു, അവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അതേടോ, അതന്നെയാണ് ഞാനും പറഞ്ഞത്, എനിക്കും അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ശാപവും പാപവും ഒക്കെ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട്, ഇനിയും അത് കൂട്ടാനൊന്നും എനിക്ക് വയ്യ. ഷാരി, നീ ഇപ്പം എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നോക്ക്, നമുക്ക് നമ്മുടെ മോളെയും കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം, നിനക്ക് നിന്റെ മോൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ പറയുമ്പോൾ ഷാരിയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും കേട്ടോ. താൻ എന്തെങ്കിലും ചെയ്യും, എന്നാൽ ഞാൻ ഒന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞ് ഷാരി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രാഹുൽ അടുത്ത കാര്യങ്ങൾ നോക്കുവാണ്, കുഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്ന ആൾക്കാർ. അത് സരയു നോക്കുമ്പോഴേക്കും കുഞ്ഞ് നഷ്ടപ്പെട്ടു, ആരോ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ കുഞ്ഞ് എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും നാട്ടിലെത്തിക്കുന്ന കാര്യം രാഹുൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ രാഹുൽ ഒരു വഴി കണ്ടെത്തുകയാണ്, വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞ് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകണം ആ ഒരു സീൻ എടുക്കാന്നുള്ളത്, ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഇതെടുക്കാന്ന് രാഹുൽ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ.
അങ്ങനെ രാഹുൽ ഒരാളെ വെച്ചിട്ട് ആ കുഞ്ഞിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവാണ്. കുമാരനൊന്നുമല്ല കേട്ടോ, വേറൊരാളെ വെച്ചിട്ട്. പക്ഷെ നമ്മുടെ രാഹുൽ അങ്ങനെ ചെയ്തെങ്കിലും ഷാരിക്ക് വലുത് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന ഇപ്പം ഷാരി അനുഭവിക്കുന്നുണ്ട്. കാരണം തൻ്റെ മകളല്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഷാരിക്ക് ആ ഒരു വേദനയുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ ഷാരി ഇത് പുഷ്പം പോലെ ചെയ്താനെ. പക്ഷെ സരിയു തൻ്റെ മകളല്ല, അപ്പോൾ ഒരു അമ്മയുടെ വേദന, അതായത് പ്രസവിക്കാത്ത അമ്മയുടെ ആ വേദന, അതുപോലെ അത് മാത്രമല്ല കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയൊക്കെ ഷാരിക്ക് അറിയാവുന്നത് കൊണ്ട് ഷാരിക്ക് കുറച്ച് നന്മകളൊക്കെ മനസ്സിലുണ്ട് കേട്ടോ. എന്തായാലും രാഹുൽ മനോഹറിനെ ഒഴിവാക്കണം മുമ്പ് ആ കുഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രകാശൻ കോടതിക്ക് മുമ്പിൽ വെള്ളം കുടിക്കുന്ന ഭാഗങ്ങളും, അതായത് അടുത്ത ആഴ്ച വേറൊരു ഭാഗങ്ങളുണ്ട്. ലക്ഷ്മി ജീവനോടെയുണ്ട്. താൻ കൊല്ലാൻ ഏൽപ്പിച്ച ആ ഒരു ഗുണ്ട ശരിക്കും പറഞ്ഞാൽ തന്നെ ചീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ലക്ഷക്കണക്കിന് 10-30 ലക്ഷം രൂപ രാജപ്പനെ കടവായി. പ്രകാശനാകെ കുത്തുവാളെടുത്ത് ലക്ഷ്മീനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ തീർന്നു എന്ന അവസ്ഥയിലാണ് പ്രകാശൻ നിൽക്കുന്നത്. അപ്പം രാജപ്പൻ പറയണ്ട, എടാ പ്രകാശൻ നീ ഭാഗ്യവാനാണ്, നീ 2 കെട്ടിയെന്ന് പറഞ്ഞിട്ടും ആ കാർത്തികയുടെ അമ്മ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നില്ലേ, നീ അതൊരിക്കലും കൈവിടരുതെന്ന് പറയുമ്പോൾ പ്രകാശൻ പറഞ്ഞിട്ടില്ല അണ്ണാ, വേറെ എന്തൊക്കെ കൈവിട്ടാലും ഞാൻ ലക്ഷ്മിനെ കൈവിടില്ല എന്ന് പറയാണ്. എനിക്ക് ആകെയുള്ളൊരു പിടിവള്ളിയാണ് അവള് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടെ കോടതി പോകുമ്പോൾ നിൽക്കുന്നു ലക്ഷ്മി. തനിക്ക് വേണ്ടി പറയാൻ വേണ്ടി, തനിക്ക് വേണ്ടി കുറ്റപ്പെടുത്താൻ വേണ്ടി, തന്നെ ജയിലിൽ കിടത്താൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും പറയാണ്. ഗുണ്ടനെ വെച്ച കാര്യങ്ങൾ വരെ പറയാണ്. ലക്ഷ്മിക്ക് വേണ്ടി ആ ഗുണ്ട മുത്ത് വരെ സാക്ഷി പറയാണ് കോടതിയിൽ. എന്നെ വെച്ചിട്ടാണ് ഈ ലക്ഷ്മിനെ ഇല്ലാതാക്കാൻ ഇയാൾ നോക്കിയെന്നൊക്കെ ഉള്ളത്. അങ്ങനെ കൊലപാതക കുറ്റവും കൊല ചെയ്യാനുള്ള പ്രേരണാക്കുറ്റവും അങ്ങനെ പല വകുപ്പുകൾ എടുത്തിട്ട് പ്രകാശനെ അഴി എണ്ണിപ്പിക്കാൻ പോവാണ്. പ്രകാശനെ മാത്രമല്ല അമ്മുമ്മയും വിക്രവും എല്ലാവരും കൂടിയിട്ട് ഇനി ജയിലിൽ കിടക്കാൻ പോകുന്ന കാഴ്ചകളാട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ലക്ഷ്മി കോടതിയിലേക്ക് വരുന്നുണ്ട്. കാരണം ലൊക്കേഷൻ്റെ കഴിഞ്ഞ ദിവസത്തെ റീൽസിൽ കാണിക്കുന്നുണ്ട് ലക്ഷ്മി കോടതിയിൽ വരുന്നതും പ്രകാശം നാണം താണിച്ച് തല താഴ്ത്തി പോകുന്ന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഒരു 2 ആഴ്ച മുമ്പ് അവർ റീൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ആ ഭാഗം അടുത്ത ആഴ്ചയ്ക്കും വരുന്നുണ്ടാവാം. അതുമാത്രമല്ല ഇനി നമ്മുടെ രാഹുലിനും ഒക്കെ തിരിച്ചടി കിട്ടാൻ പോകുന്നില്ല. എന്നാലും ഷാരിക്ക് കിട്ടിക്കഴിഞ്ഞു. രാഹുലിനും പ്രകാശിനും അമ്മമ്മക്ക് വിക്രത്തിനെയും കൂടി മാത്രം ഇനി കിട്ടിയാൽ മതി. പിന്നീട് അത് കണ്ടിട്ട് പിന്നെ കാർത്തികയുടെ എന്തോ വലിയ പ്രശ്നമുണ്ട്, മനസ്സിലെന്തോ പ്രശ്നമുണ്ട്, സഹായിക്കണം എന്നൊക്കെ കിരണോടും കല്യാണത്തൊക്കെ പറയാറുണ്ടല്ലോ. ആ പ്രശ്നം എന്താണെന്നും കൂടി അറിയുക. എന്തായാലും അസുരന്മാർക്കും ദുഷ്ടന്മാർക്കൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡും എപ്പോഴത്തെയും പോലെ തന്നെ ഡിലേ ആണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡും ഇതുവരെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒറിജിനൽ എപ്പിസോഡെന്ന് പറഞ്ഞിട്ട് തന്നെ റിവ്യൂസും കാര്യങ്ങളും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ബേസിലും പ്രൊമോ കണ്ടതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടതിൻ്റെ ബേസിലും ഇട്ടൊരു റിവ്യൂ ആണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് വരെയെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.